സാമാജിക സമരസത എന്ന ആയാമിൻ്റെ പ്രധാന കർത്തവ്യം ഹൈന്ദവ സമാജത്തിൻ്റെ ഏകീകരണവും ഉന്നമനവുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സാമുദായിക സംഘടനാ നേതാക്കളുമായി നിരന്തരം സമ്പർക്കത്തിലേർപ്പെട്ടുകൊണ്ട് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ അടിത്തറ ഊട്ടിയുറപ്പിക്കുക എന്ന കർത്തവ്യമാണ് സാമാജിക സമരസതയുടെ ഓരോ കാര്യകർത്താവിനും നിലവിലുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്ത അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്ന സാമുദായിക സംഘടനാ നേതാക്കളുമായി ഒരു 4 സമ്മേളനങ്ങൾ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഹാളിൽ വെച്ച് കവിലൂരിൽ നടത്തപ്പെടുകയുണ്ടായി. അതേപോലെ തന്നെ സാമുദായിക സംഘടനാ നേതാക്കളെ വിളിക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഉന്നതിയും ഞങ്ങളുടെ ലക്ഷ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തെ പ്രധാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ സമുദായങ്ങളുടെ നേതാക്കളുമായും അതേപോലെ അണികളുമായും 4 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ നിരന്തരമായി സമ്പർക്കത്തിലൂടെ അവരെ ഇവിടെ വിളിച്ചു വരുത്തി നമ്മൾ സമ്മേളനങ്ങൾ നടത്തി വിശ്വഹിന്ദു പരിഷത്തിൻ്റെയും സാമാജിക സമരസതയുടെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവർ ധരിപ്പിക്കുകയും അവരെ കൂടി ഹിന്ദു സമുദായത്തിൻ്റെ ഭാഗമായി ചേർത്തുകൊണ്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് കൊടുത്ത് അവർ സമുദായത്തിൻ്റെ അംഗങ്ങളായി ചേർത്തിട്ടുണ്ട്. ഈ അവസരത്തിൽ ഇവരുടെ ആചരണം, അതായത് സാമുദായിക നേതാക്കളുടെ ജന്മദിനാചരണങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. പ്രധാനപ്പെട്ട ആചരണങ്ങളിലായിട്ട് ആചാര്യത്രയം എന്ന പേരിൽ പട്ടികജാതിക്കാരുടെ സംഘതലവനായിട്ടുള്ള അയ്യങ്കാളി അവരുകളെയും അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിനെയും ശ്രീ ചട്ടമ്പി സ്വാമികളുടെയും ഈ 3 പേരെയും ചേർത്തുകൊണ്ട് ആചാര്യത്രയം എന്ന പേരിൽ ജന്മദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കൂടാതെ ശ്രീ പണ്ഡിറ്റ് കറുപ്പൻ ജന്മദിനാഘോഷവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംഘടന എന്ന് പറയുമ്പോൾ സാമാജിക സമരസതയ്ക്ക് വിശ്വഹിന്ദു പരിഷത്തിൽ ജില്ലകളായ 37 ജില്ലകളിലും സാമാജിക സമരസതയുടെ പ്രവർത്തകർ ഇപ്പോൾ നിലവിലുണ്ട്. കൂടാതെ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ 13 വിഭാഗിൽ 9 വിഭാഗിലും വിഭാഗ കാര്യകർത്താക്കളെ നേരിട്ട് നിയമിച്ചിട്ടുണ്ട്. വിശ്വഹിന്ദു പരിഷത്തിൻ്റെ മറ്റു പ്രഖണ്ഡ തലത്തിലും കാര്യകർത്താക്കളെ നിശ്ചയിച്ച് വരികയാണ്. കഴിഞ്ഞ വർഷം ആചാര്യത്രയം സെലിബ്രേഷൻ എന്ന് പറയുന്നത് 10 വിഭാഗത്തിലായി 160 ആൾക്കാർ സംഘടിപ്പിച്ചുകൊണ്ട് ആചാര്യത്രയം ആചരിക്കുകയും കലൂര് പാവക്കുളത്ത് ഹെഡ് ഓഫീസിൽ വെച്ച് നല്ല രീതിയിൽ ആചരിക്കുകയുണ്ടായി. സാമാജിക സമരസതയുടെ പ്രമുഖ പ്രവർത്തനം എന്ന നിലയിൽ പട്ടികജാതി കോളനികളുടെ സന്ദർശനം നേരത്തെ പറഞ്ഞാണ്. അപ്പോൾ അതിൽ കേരളത്തിൽ ഇപ്പോൾ നിലവിൽ സർക്കാർ കണക്കനുസരിച്ച് 26,342 പട്ടികജാതി കോളനികൾ ഇപ്പോൾ നിലവിലുണ്ട്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു ജില്ലയിൽ നിന്നും 37 ജില്ലകളുള്ളതിൽ നിന്നും ഓരോ ജില്ലയിലുള്ളവരും ഒരു മാസം 2 പട്ടികജാതി കോളനികൾ സന്ദർശിക്കുക. അങ്ങനെ ഒരു വർഷമാകുമ്പോൾ ഏകദേശം 1000-ഓളം കോളനികൾ ഞങ്ങൾ സന്ദർശിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 2-5 വർഷം ഈ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഈ ഷഷ്ടിപൂർത്തി ആഘോഷ പരിപാടികൾ നടക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു 1000 പട്ടികജാതി കോളനികളുടെ സന്ദർശനവും അവിടെയുള്ള ജനങ്ങളെ ഹൈന്ദവ സമൂഹത്തിൻ്റെ അംഗങ്ങളായിട്ട് കണക്കാക്കി അവരെ ദേശീയ ധാരയിലേക്ക് സമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഞങ്ങൾ കഴിയും എന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത്. പട്ടികജാതി കോളനികളിൽ സന്ദർശിക്കുമ്പോഴുള്ള പലപ്പോഴും ഞങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് പാർട്ടിക്കാരും അതേപോലെ തന്നെ ചില മറ്റ് പട്ടികജാതി നേതാക്കന്മാർ അതായത് പട്ടികജാതിക്കാരല്ലാത്തവരും ബാക്കി ജല തൽപര കക്ഷികളും ഞങ്ങളെ തടയാനും ഞങ്ങളുടെ പരിശ്രമങ്ങളെ ഒഴിവാക്കാനും ശ്രമിക്കാറുണ്ട്. എങ്കിൽ പോലും ഈ സാമാജിക സമരസത പ്രവർത്തകർ അതിനുവേണ്ടി ശരിയായ രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സാമാജിക സമരസതയുടെ ഈ അടുത്ത വർഷത്തെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയുന്നത് സമുദായ സംഘടനകളോടൊപ്പം തന്നെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗത്തെ കൂടെ നിർത്തുകയും അവരുടെ എല്ലാവിധത്തിലുള്ള ഉന്നമനം സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുകയും അതുവഴി ഹൈന്ദവ സമൂഹത്തിൻ്റെ വെട്ടുറപ്പും
ഏകീകൃതം ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ ഏകീകൃതമായ വിശ്വത പരിഷത്തും അതേപോലെ തന്നെ ജാതി സ്പർദ്ധ കഴിയുന്നത്ര ഒഴിവാക്കുന്നതിനുള്ള പ്രവർത്തനം കൂടി വിശ്വത പരിഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. ജാതിപരമായിട്ടുള്ള ഉച്ച നീചത്വം അവസാനിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ കഴിയുന്നത്ര കുറയ്ക്കുന്നതിനും ശ്രമിക്കുന്നതോടൊപ്പം തന്നെ ഏതെല്ലാം സ്ഥലങ്ങളിൽ വിധങ്ങളിൽ അല്ലെങ്കിൽ പ്രത്യേക സ്ഥലങ്ങളിൽ എല്ലാ സാമൂഹ്യമായിട്ടുള്ള സംഘടനകൾക്കും ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിയുമോ അവിടെയെല്ലാം ഒന്നിച്ച് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഹൈന്ദവ സമാജത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി തന്നെ ഞങ്ങൾ എപ്പോഴും എല്ലായിടത്തും ഈ സമൂഹത്തിൽ തന്നെ ഉണ്ടാകും. അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാം സഹായ സഹകരണം ഉണ്ടാകണം. വിശ്വ പരിഷത്തിൻ്റെ ഷഷ്ടി പൂർത്തി ആഘോഷത്തോടനുബന്ധിച്ച് ഇക്കൊല്ലം ഞങ്ങൾ പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന പരിപാടി അനുസരിച്ച് ഈ എല്ലാ ജനവിഭാഗങ്ങളെയും പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കി തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളിലും നേരിട്ട് ഇടപെട്ട് അടുത്ത ഒരു 2 വർഷത്തിനുള്ളിൽ ജാതിപരമായ ഉച്ചനീചത്വങ്ങൾക്ക് ഒരറുതി വരുത്തുവാൻ അതിന് ശ്രമിച്ചുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കും. ആ പ്രവർത്തനത്തിൽ മറ്റ് സമുദായ സംഘടന നേതാക്കളും ഭാരതത്തിലെ എല്ലാവരും ഞങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ഞങ്ങളോട് സഹകരിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് പറയാനുള്ളത്. നമസ്കാരം.